നമ്മൾ ഇന്ന് അവയവദാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു പ്രത്യേക അവസരത്തിൽ പരിശോധിക്കുന്നത്. ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ഉണ്ട്. അദ്ദേഹം കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. നമുക്കറിയാം അവയവദാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന ഒരു സർക്കാർ ഏജൻസിയാണ് കേസ് ഓട്ടോ. ഡോക്ടർ നോബിൾ, സ്വാഗതം ന്യൂസ് മോർണിംഗിലേക്ക്. ഈ ആലിന്റെ അവയവദാനവുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് സങ്കടം, അതിനപ്പുറത്തേക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ ഇത്തരമൊരു അറ്റംപ്റ്റിലേക്ക് എത്താൻ കേസ് ഓട്ടോക്ക് അതിനൊക്കെ അത് ഒരുപാട് സഹായിച്ചൊരു ഏജൻസി കൂടിയാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നത്? മാത്രമല്ല പ്രത്യേകിച്ച് ആ മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്കറിയാം. ഒരു കുഞ്ഞ് 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മരണസമയത്ത് ഇത്തരം ഒരു കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം എങ്ങനെയാണ് ഇത്രയും വിജയകരമായി ഇത്രയും ആളുകൾക്ക് ഒരു പുതിയ ജീവൻ നൽകുന്നതിലേക്ക് എത്തിച്ചത്? അതിൽ കേസ് ഓട്ടോ വഹിച്ച പങ്കെന്താണ്? തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ആ ഒരു നിശ്ചയദാർഢ്യവും ആ ഒരു ത്യാഗമനസ്ഥിതിയും അഭിനന്ദനാർഹമാണ്. നമ്മൾ ഏറ്റവും ആദ്യത്തെ വെല്ലുവിളി ഈ മസ്തിഷ്കമരണ നിർണയമാണ്. മസ്തിഷ്കമരണ നിർണയം 1 വയസ്സിന് താഴെയുള്ളവർക്ക് മസ്തിഷ്കമരണം നിർണയിക്കുമ്പോൾ 24 മണിക്കൂർ ടൈം ഇന്റർവൽ വേണമെന്നാണ് നിയമം. ഡോക്ടർമാരെ ഡെയിലി പ്രോഗ്നോസിസ് പറയുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ബ്രെയിൻ ഡെഡ് ആണ്, നമ്മൾ സർട്ടിഫിക്കേഷന് പോകാനാണ് പ്ലാൻ എന്ന് മാതാപിതാക്കളോട് പറയും. ആ സമയത്ത് മാതാപിതാക്കളാണ് അങ്ങോട്ട് അവയവദാന സന്നദ്ധത അറിയിക്കുകയും പിന്നെ മസ്തിഷ്ക മരണ നിർണയ പ്രക്രിയയിലോട്ട് ആശുപത്രി കടക്കുകയും ചെയ്തത്. മസ്തിഷ്ക മരണ നിർണയ പ്രക്രിയ 4 ഡോക്ടർമാരടങ്ങുന്ന ടീമാണ് ചെയ്യേണ്ടത്. അത് സാധാരണ നമ്മൾ അഡൾട്ട് ആണെങ്കിൽ, അതായത് പ്രായപൂർത്തിയായവരാണെങ്കിൽ 6 മണിക്കൂർ ഇടവിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് 24 മണിക്കൂർ ഇടവിട്ടാണ് ചെയ്യുന്നത്. ഒരു 9 മണിയോളം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും അടുത്ത ദിവസം, അതായത് ഇന്നലെ രാവിലെ ഒരു 10-10:30 ആയപ്പോഴാണ് സെക്കൻഡ് ഡെത്ത് ഡിറ്റർമിനേഷനും പൂർത്തിയാക്കി അവയവദാന പ്രക്രിയയിലോട്ട് നമ്മൾ സാധാരണ രണ്ടാമത്തെ മരണനിർണയവും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അവയവദാന പ്രക്രിയയിലോട്ട് കടക്കുകയുള്ളൂ. കാരണം മരണം സ്ഥിരീകരിക്കണമല്ലോ. മരണം സ്ഥിരീകരിക്കാത്ത ഒരാളിൽ നിന്ന് അവയവമെടുക്കാൻ നിയമപരമായി പാടില്ല. അപ്പോൾ മരണം സ്ഥിരീകരിച്ച ശേഷം അവയവദാന പ്രക്രിയയിലോട്ട് ഇന്നലെ രാവിലെ 10 മണിക്ക് ശേഷമാണ് കടന്നത്. അപ്പോൾ ഇനി അടുത്ത വെല്ലുവിളി ഈ 1 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ അവയവം സ്വീകരിക്കാൻ പാകത്തിന് അതിന് സൈസ് മാച്ചിങ് ആയിട്ടും ഹിസ്റ്റോ കമ്പാറ്റബിലിറ്റി എന്ന് പറയും, അതായത് തിരസ്കരിക്കാതിരിക്കാനുള്ള ചേർച്ച. നമ്മൾ അവയവം സ്വീകരിക്കേണ്ടവരെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ബ്ലഡ് ഗ്രൂപ്പ് വെച്ചാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ഈ ആലിൻ ബി ഗ്രൂപ്പ് പേഷ്യന്റ് ആയിരുന്നു. അപ്പോൾ ബി ഗ്രൂപ്പിലെ ലിവറിന് ഞങ്ങൾ കൊച്ചുകുട്ടികളുടെ ലിസ്റ്റാണ് ആദ്യം പരിശോധിച്ചത്. അപ്പോൾ 5 വയസ്സിന് താഴെയുള്ള 2-3 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി 6 മാസം പ്രായവും ജന്മന ഒരു ലിവറിന് സ്ഥായിയായ സ്തംഭനാവസ്ഥയും ഉണ്ടായിരുന്ന കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെ ആണ് നമ്മൾ സെലക്ട് ചെയ്തത് ലിവറിന് വേണ്ടി. പിന്നെ SAT ആശുപത്രിയിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പീഡിയാട്രിക് വിഭാഗമായ SAT ആശുപത്രിയിൽ ഡയാലിസിസ് കഴിഞ്ഞിരുന്ന 2 കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് 2 പേരെയും നമ്മൾ അറിയിക്കുകയും അവർ 2 പേരും വരികയും എന്നിട്ടാണ് ഒരാളിലോട്ട് മാറുകയും ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരു വെല്ലുവിളി ഈ ക്രോസ് മാച്ചിങ് ടെസ്റ്റ് ചെയ്യുന്ന ലാബ് എറണാകുളത്താണ്. അപ്പോൾ ദാതാവിന്റെ ബ്ലഡും സ്വീകർത്താവിന്റെ ബ്ലഡും വെച്ചാണ് ആ ടെസ്റ്റ് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ സ്വീകർത്താവിന്റെ ബ്ലഡ് ഞങ്ങൾ എറണാകുളത്തേക്ക് ടാക്സി മാർഗം എത്തിക്കുകയും കേസ് ഓട്ടോക്ക് ഇപ്പോൾ ഒരു ടാക്സി സർവീസ് ഉണ്ട് കേരള സംസ്ഥാനം ഒട്ടാകെ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഏകോപിപ്പിക്കാൻ വേണ്ടി. ടാക്സി മാർഗം ബ്ലഡ് സാമ്പിൾ എറണാകുളത്ത് എത്തിക്കുകയും അവിടെ വെച്ച് ക്രോസ് മാച്ച് ടെസ്റ്റിംഗ് ചെയ്ത് നമുക്ക് ഏകദേശം 3 മണിയൊക്കെ എപ്പോഴാണ് ക്രോസ് മാച്ചിന്റെ റിസൾട്ട് നെഗറ്റീവാണെന്ന് അറിയും. അതിനുശേഷമാണ് നമ്മൾ ഈ യാത്ര, അതായത് അവയവം എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ഡോക്ടർ നോബിൾ, ആ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്, 1ഉം 2ഉമല്ല, ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ വലിയൊരു ദൗത്യം പൂർത്തിയാക്കിയത് എന്നും കൂടി മനസ്സിലാകുന്നുണ്ട് താങ്കൾ പറഞ്ഞതിൽ നിന്ന്. അതിനപ്പുറത്തേക്കും ഇപ്പോൾ നിലവിൽ 2 ശസ്ത്രക്രിയകളാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മറ്റ് അവയവങ്ങളുടെ കാര്യത്തിലൊക്കെ ഉടനെ ഒരു തീരുമാനം ഉണ്ടാകുമോ? അല്ല, നമ്മൾ സാധാരണ ടിഷ്യൂ, അതായത് കോർണിയയും ഹാർട്ട് വാൽവും ടിഷ്യൂ ആണ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് മാത്രമേ നമുക്ക് പെട്ടെന്ന് സമയബന്ധിതമായി തീർക്കേണ്ട ആവശ്യമുള്ളൂ. ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ടിഷ്യൂന്റെ ട്രാൻസ്പോർട്ട് മീഡിയത്തിൽ വെച്ചിട്ട് സ്യൂട്ടബിളായ റെസിപ്പിനെ നമ്മൾ തിരഞ്ഞെടുത്ത് ഈ മൈക്രോബയോളജിക്കൽ ക്വാളിറ്റി എന്ന് പറയും, അതായത് അണുബാധയൊന്നും ഇല്ലാത്ത ടിഷ്യൂ ആണെന്ന്
നടക്കുള്ളൂ. കോർണിയ നമ്മൾ ഒരു 3-4 ഡേയ്സിനുള്ളിൽ ചെയ്യും. പക്ഷേ ഹാർട്ട് വാൽവ് അതിന് കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു സ്യൂട്ടബിൾ സൈസ് മാച്ച്ഡ് ആയിട്ടുള്ള കുഞ്ഞിനെ കണ്ടുപിടിച്ച് കൊടുക്കുകയുള്ളൂ. യെസ്. അപ്പോൾ ഡോക്ടർ, നമുക്കറിയാം ഇപ്പോൾ ഈ വാർത്ത കേട്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു. സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രചോദനമാകും ഈ വാർത്ത ഒരുപാട് ആളുകൾക്ക്. കാരണം ഈ ഒരു 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് 5 പേർക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പലർക്കും അത് സാധിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുക. അങ്ങനെയൊക്കെ സാധാരണഗതി നമ്മൾ അങ്ങനെ ഒരു അവയവദാന സമ്മതപത്രമൊക്കെ ഒപ്പിട്ട് നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു അടിയന്തര ഘട്ടങ്ങളിൽ അവയവം ദാനം ചെയ്യാമെന്നുള്ള ഒരു ഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ് കേസോട്ടോ ഈ ഇങ്ങനെ ആശുപത്രിയിലുള്ളവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയാണോ ചെയ്യുക, അതോ അവരുടെ ബന്ധുക്കൾ കേസോട്ടോ ബന്ധപ്പെടുക, എങ്ങനെയാണ് അത് സാധാരണ പ്രോസസ്സ് ഉണ്ടാവാറ്? അല്ലല്ല, അത് നമ്മള് മസ്തിഷ്കമരണം നിർണ്ണയിക്കേണ്ട ഉത്തരവാദിത്വം ആശുപത്രികൾക്കാണ്. പക്ഷെ സാധാരണഗതിയിൽ ഒരു മസ്തിഷ്കമരണം നിർണ്ണയിക്കാൻ നമ്മൾ പറഞ്ഞ ആപ്നിയ ടെസ്റ്റ് എന്ന് പറയും. ഞാൻ പറഞ്ഞില്ല, 6 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ ഇടവിട്ട് 4 ഡോക്ടർമാരെ അടങ്ങുന്ന ഒരു ടീം ചെയ്യുന്ന ടെസ്റ്റ്. ആ ടെസ്റ്റ് പൂർത്തീകരിച്ച ഉടൻ ഫസ്റ്റ് ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് അവർ കേസോട്ട് അറിയിക്കുകയും അവയവദാന സന്നദ്ധത ബന്ധുക്കൾ കാണിച്ചു എന്ന് പറയും. അവിടെയാണ് കേസോട്ടോ മസ്തിഷ്കമരണ നിർണയം ആണ് കേസോട്ടോയുടെ ഇടപെടൽ. അവയവ സ്വീകർത്താവിനെ കണ്ടുപിടിക്കുക, ഈ അവയവം സമയബന്ധിതമായി എത്തിച്ചു കൊടുക്കാനുള്ള വാഹനത്തിന്റെ ഏകോപനം. ഇപ്പൊ ഇന്നലെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ല, 3 മണിക്ക് ഞങ്ങൾ ഓർഗൻ എടുക്കാൻ തീരുമാനിച്ച സമയം, അതായത് തിയേറ്ററിലോട്ട് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്ത് ഓർഗൻ എടുക്കാൻ തീരുമാനിച്ച സമയം 3 മണിയാണ്. അപ്പൊ നമ്മൾ ആദ്യം ആരാഞ്ഞത് ഹെലികോപ്റ്ററിന്റെ അവൈലബിലിറ്റിയാണ്. അപ്പൊ ഹെലികോപ്റ്ററിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹെലികോപ്റ്റർ രാത്രികാലങ്ങളിൽ പറക്കാൻ പറ്റത്തില്ല. അപ്പൊ 5 മണിക്കുള്ളിൽ അവയവം എടുത്ത് പാക്ക് ചെയ്ത്, അതായത് നമുക്ക് ഹാർട്ട് വാൽവ് എടുക്കണം, കോർണിയ എടുക്കണം, ലിവർ എടുക്കണം, കിഡ്നി എടുക്കണം. അത് പാക്ക് ചെയ്ത് വ്യത്യസ്ത ബാഗുകളിലാക്കി 5 മണിക്കുള്ളിൽ എത്തിക്കാൻ പറ്റുമെന്നൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് 7:40 വന്ദേ ഭാരതാണ് കൊച്ചിയിൽ. അപ്പൊ വന്ദേ ഭാരതിലെ ടിക്കറ്റ്സ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജറിനെ ഇടപെട്ടപ്പോൾ അവർ പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ റിലീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ADGP ശ്രീജിത്ത് അവരുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകി പോലീസിന്റെ പൂർണ്ണ സഹായത്തോടെ ഗ്രീൻ കോറിഡോർ ഒഴുക്കി 2:30 മുതൽ 3 മണിക്കൂറുകളിൽ ഡോക്ടറെ ഞാൻ അവയവം അവിടെ എത്തിച്ചേരാമെന്നുള്ള ഉറപ്പ് തന്നു. അങ്ങനെയാണ് നമ്മൾ ആ റിട്രീവൽ ഒരു 4 o'clock സ്റ്റാർട്ട് ചെയ്ത് ഒരു 6:15 കഴിഞ്ഞു. ഒരു 6:50 നമുക്ക് അവിടെ നിന്ന് യാത്ര പുറപ്പെടാൻ സാധിച്ചു. അങ്ങനെയാണ് ഒരു 10:30 നമ്മൾ അവിടെ എത്തി. കറക്റ്റ് 11 o'clock തന്നെ രണ്ടിടത്തും, അതായത് കിംസ് ആശുപത്രി ലിവർ ശസ്ത്രക്രിയയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വൃക്കമാറ്റിക്കൽ ശസ്ത്രക്രിയയും ആരംഭിക്കുവാൻ കഴിഞ്ഞു. അത് ഇന്ന് രാവിലെ കൊണ്ട് എല്ലാം പൂർത്തിയായി. 2 രോഗികളും ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ഡോക്ടർ നോബൽ, നമുക്കറിയാം കേരളത്തിൽ ഇതൊക്കെ കുറച്ചുകൂടെ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ വലിയ ബോധവാന്മാരായ ഒരു സമൂഹമാണ്. എയർ ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഇന്നലെയൊന്നും അത് ഉപയോഗിക്കുന്നത് കണ്ടില്ല. അതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് സ്ഥലത്തേക്ക് എത്തിക്കാനൊക്കെ ഉള്ള ഒരു മാർഗം കൂടിയാണ്. പക്ഷേ ഈ എയർ ആംബുലൻസ് സംവിധാനമൊക്കെ ഉപയോഗിക്കുന്നതിൽ അതൊക്കെ വലിയ കാലതാമസം വരുന്ന ഒരു പ്രോസസ്സാണ്. അതൊക്കെ നമുക്ക് വളരെ കൃത്യമായി സമയത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ? ആഭ്യന്തര വകുപ്പ് നമുക്കൊരു നോഡൽ ഓഫീസറിനെ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ADGP ശ്രീജിത്ത് IPS. ഇന്നലത്തെ ചലഞ്ച് കണ്ടത് 5 മണിക്കുള്ളിൽ നമുക്ക് അവൈലബിൾ ആയ ഹെലികോപ്റ്റർ എയർലിഫ്റ്റ് ആവണം. അവർക്ക് ഡാർക്കില്, അതായത് ഇരുട്ടില് യാത്ര ചെയ്യാൻ പറ്റില്ല. അത് കാരണമാണ് നമുക്ക് ഇന്നലെ എയർ ആംബുലൻസ് ഉപയോഗിക്കാൻ പറ്റിയത്. പക്ഷെ ഉടൻ തന്നെ അടുത്ത ഒരു പ്ലാനായിട്ട് തന്നെയാണ് ഞങ്ങളുടെ റോഡിന്റെ പ്ലാൻ വെച്ചത്. ഈ ലിവറിന് സാധാരണ കോൾഡ് ഇസ്കീമിയ ടൈം എന്ന് പറയും. അതായത് ലിവർ എടുത്തിട്ട് മറ്റാൾക്ക് വെക്കേണ്ട സമയം ഒരു 6 മണിക്കൂർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു കണക്കൂട്ടലിലാണ് 3 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് ഇവിടെ എത്തുകയും ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് സർജറി ചെയ്യുകയും ഒരു 6 മണിക്കൂറുള്ളിൽ തന്നെ രക്തസംക്രമണം റീസ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. യെസ്. അപ്പോൾ ഈ കേസ് ഓട്ടോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചു കൊണ്ടിരുന്നത്. എത്രത്തോളം വേഗം അവയവം എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്.